സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഏറെക്കുറെ എല്ലാ ചാപ്റ്ററുകളിലും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൂളിനെ കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാണ്. ദാറ്റ് ഈസ് അബൌട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരേണ്ട ഒരു കാര്യം, ബിസിനസ്സിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടേമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സോഴ്സസ് ഓഫ് ഫിനാൻസ്, സോഴ്സസ് ഓഫ് ഫണ്ട് ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിനാൻഷ്യൽ മാനേജ്മെന്റില് ഡിഫറെന്റ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബിസിനസിന്റെ ക്യാപിറ്റൽ കണ്ടെത്താം. ക്യാപിറ്റൽ മൊബിലൈസേഷൻ എന്ന് പറയുന്നത് ഏത് സോഴ്സ് നിന്നും ആവാം. ഏത് സോഴ്സ് നിന്നും എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള സോഴ്സസ് ക്യാപിറ്റൽ നമുക്ക് റേസ് ചെയ്യാനായിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓൺഡ് ഫണ്ട് ആയിട്ട് കണ്ടെത്താം. ഓൺഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആയിട്ട് കണ്ടെത്താം, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഒരു ഫിക്സഡ് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ക്യാപിറ്റലാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ വഴിയിലൂടെ നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാം. അതല്ലെങ്കിൽ ഡെപ്റ്റ് ക്യാപിറ്റൽ. ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ, ലോങ് ടേം ലോൺ, ഇങ്ങനെയുള്ള സോഴ്സുകളിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ കണ്ടെത്താം. ഇങ്ങനെ ഇനി അതും അല്ലെങ്കിൽ ഇന്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസിങ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫിനാൻസിങ് ഉണ്ട്. പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് അഥവാ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്ന ഒരു സോഴ്സും കൂടി നമ്മുടെ ഫിനാൻസിന്റെ സോഴ്സ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ 4 തരത്തിലുള്ള പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഫിനാൻസ് അഥവാ ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ, ഡെപ്റ്റ് ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിങ്സ്, ഇതാണ് നമ്മൾ നോർമലി ഒരു ബിസിനസ് ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേമിന്റെ ബാലൻസ് ഷീറ്റിലെ ലാബിലിറ്റി സൈഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പോണൻസ് ആയിട്ട് നമ്മൾ പറയുന്ന 4 ക്യാപിറ്റൽ ഫോമുകളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ, സാധാരണ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും പോലെ, ഏത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും പോലെ ബിസിനസ്സിലെ ഫിനാൻസിനും അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു കോസ്റ്റ് ബിയർ ചെയ്യുന്നുണ്ട്. എന്താണ് കോസ്റ്റ് ബിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഇക്വിറ്റി ക്യാപിറ്റൽ നമ്മള് ബിസിനസ്സിലെ ഓണേഴ്സിന്റെ ഫണ്ടാണ്. നമുക്ക് ആ ഒരു എക്സാമ്പിൾ നിന്ന് മാറിയിട്ട് ബാക്കിയുള്ള ടൈപ്പ് ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസുകളെ ശ്രദ്ധിച്ചു നോക്കിയേക്കാം. ഇപ്പൊ നമ്മൾ പ്രിഫറൻസ് ക്യാപിറ്റലിന് നമ്മൾ പറയുമ്പോൾ തന്നെ പറഞ്ഞു, ആ ക്യാപിറ്റൽ നമ്മൾ റേസ് ചെയ്യുന്നത് ഒരു സർട്ടൻ പെർസെന്റേജ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പെർസെന്റേജ് ഡിവിഡൻഡ് കൊടുക്കാം എന്ന എഗ്രിമെന്റിലാണ്. അതിനെയാണ് നമ്മൾ പ്രിഫറൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് പ്രിഫറൻസ് ടു ഗെറ്റ് എ സർട്ടൻ ഓർ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഒരു ഫിക്സഡ് റേറ്റ് ഡിവിഡൻഡ് കിട്ടാൻ എന്താ പറയാ അർഹതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ആണ് പ്രിഫറൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ അർത്ഥം എന്താണ്, ആ ക്യാപിറ്റൽ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസിന്റെ ഹോൾഡേഴ്സ് അവരുടെ ഫണ്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അതിനെ നമ്മൾ പ്രിഫറൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അവര് ഫണ്ട് ബിസിനസ്സിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും, ആ പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടിന് ഒരു റിട്ടേൺ എക്സ്പെക്ട് ചെയ്യും. ആ റിട്ടേണിനെ നമ്മൾ എന്ത് പറയുന്നത്, അവർക്ക് കൊടുക്കുന്ന ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ പ്രിഫറൻസ് ക്യാപിറ്റൽ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നതിന് ആ പ്രിഫറൻസ് ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഒരു ചാർജാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ആ ഡിവിഡൻഡിനെ ഏറ്റവും മിനിമം നമുക്ക് എന്ത് പറയാം, ആ പറഞ്ഞ പ്രിഫറൻസ് ക്യാപിറ്റലിന് കമ്പനി ബിയർ ചെയ്യുന്ന കോസ്റ്റ് ആണ് എന്ന് പറയാം. ഒന്നുകൂടി വ്യക്തമായ എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിബഞ്ചറോ ലോണോ ഒക്കെ എടുക്കാം. നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിലും ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണെങ്കിലും അവർക്കൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്, അവർക്കൊക്കെ നമ്മൾ ചാർജ് ആയിട്ട് കൊടുക്കുന്ന എന്താണ്, സർട്ടൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഈ ഇൻട്രസ്റ്റ് എന്താണ്, ആ ക്യാപിറ്റലുകളുടെ അഥവാ ഡിബഞ്ചർ ക്യാപിറ്റലിന്റെയും ലോൺ ക്യാപിറ്റലിന്റെയും ഒക്കെ കോസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ നോർമലി ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു എമൗണ്ട് ഔട്ട്സൈഡ് നിന്നോ ഇൻസൈഡ് നിന്നോ ഇന്റേണൽ ആയിട്ടോ എക്സ്റ്റേണൽ ആയിട്ടോ നമ്മൾ കണ്ടെത്തുന്ന ഏത് ഫിനാൻസിനും
ഒരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഫിനാൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത ആളുകൾക്ക് നമ്മൾ നൽകുന്ന, അതിന് കൊടുക്കുന്ന റിട്ടേണിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ആ സർട്ടൻ ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഉണ്ട് എന്ന് പറയാം, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ ഉണ്ട് എന്ന് പറയാം, കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ ഓർ ഡെപ്റ്റ് ഉണ്ട് എന്ന് പറയാം, കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ് ഉണ്ട് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഈ 4 വിഭാഗം ക്യാപിറ്റലുകൾക്കും ഒരു സർട്ടൻ പെർസെന്റേജ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, കോസ്റ്റ് ബിയർ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചില കോസ്റ്റുകളിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പ്രിഫറൻസ് ക്യാപിറ്റൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്, അത് കുറച്ച് ക്ലിയർ ഉള്ളതാണ്. ഡിബഞ്ചറിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, അതും കുറച്ച് ക്ലിയർ ഉള്ളതാണ്. റിട്ടേൺ ഏർണിങ്സ് എന്ന് പറയുന്നത്, അതിനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം കൺഫ്യൂഷൻ വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ റിട്ടേൺ ഏർണിങ്സിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അതിനെ കുറിച്ച് കൺഫ്യൂഷൻ വരും. എന്താ റിട്ടേൺ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ? റിട്ടേൺ ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൽ തന്നെ ബിസിനസ് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിൽ നിന്ന് ഒരു സർട്ടൻ പെർസെന്റേജ് ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, എക്സ്പാൻഷൻ പ്രോസസ്സിന് വേണ്ടി മാറ്റിവെക്കും. ഒരു പ്രൊപ്പോർഷൻ എന്ത് ചെയ്യും, മാറ്റിവെക്കും, അപ്രോപ്രിയേഷൻ നടത്തും പ്രോഫിറ്റിൽ നിന്ന്. അങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന ആ പ്രോഫിറ്റിനെ അല്ലെങ്കിൽ ആ പ്രോഫിറ്റിന്റെ പാർട്ടിനെ പിന്നീട് ബിസിനസ്സിൽ ഉപയോഗിക്കുകയാണ്. അപ്പൊ ബിസിനസ്സിൽ തന്നെ ഇന്റേണൽ ആയിട്ട് കണ്ടെത്തുന്ന ഒരു ഫണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിട്ടേൺ ഏർണിങ്സ് പറയുന്നത്. അപ്പൊ അത് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടല്ല, ബിസിനസ്സിൽ തന്നെ ഉള്ള ഫണ്ടാണ്. പിന്നെ അതിന് കോസ്റ്റ് ഉണ്ടാവുമോ എന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരാറുണ്ട്. പക്ഷെ നമ്മൾ അതിന് കോസ്റ്റ് കണക്കാക്കും. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഈ റിട്ടേൺ ഏർണിങ്സ് എന്ന് പറഞ്ഞാല് ബിസിനസിന്റെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്നതാണെങ്കിലും കൂടിയിട്ട് ഇതെന്താണ്, ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയായിരുന്നുവെങ്കിൽ, ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയായിരുന്നുവെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു, മറ്റേതെങ്കിലും കമ്പനിയിൽ ആ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാല് ഇവിടെ നൽകുന്നില്ല വെച്ചാൽ, ഇവിടെ റിട്ടേൺ ചെയ്യുന്നില്ല വെച്ചാൽ ആ എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിൽ ഉപയോഗിക്കായിരുന്നു. അവർക്ക് അതിൽ നിന്ന് വേറെ ഏർണിങ്സ് ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ് അവര് ഈ റിട്ടേൺ ഏർണിങ്സ് ബിസിനസ്സിൽ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി അവർ സമ്മതിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് റിട്ടേൺ ഏർണിങ്സിനും എന്തുണ്ട്, കോസ്റ്റ് ഉണ്ട് എന്നാണ് പറയാം. അപ്പൊ ഞാനിപ്പോ പറഞ്ഞതിന്റെ ആകെത്തുക എന്താന്ന് വെച്ചാൽ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഏത് ഫണ്ടാണെങ്കിലും ആ ഫണ്ടൊക്കെ എന്താണ്, ഒരു കോസ്റ്റ് ഇൻകർ ചെയ്യുന്നതാണ്. അതിന്റെ അർത്ഥം ബിസിനസ് പുറമെ നിന്ന് പണം കളക്ട് ചെയ്യുന്നു. ആ കളക്ട് ചെയ്യുന്ന പണത്തിന് അവർക്ക് എന്ത് ചെയ്യുന്നു, ഒരു റിട്ടേൺ കൊടുക്കുന്നു. ഇനി ബിസിനസ് എന്താ ചെയ്യുന്നത്, ഈ പണം കളക്ട് ചെയ്തിട്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ റിയൽ ഓണേഴ്സിന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് നടത്തുന്നത്. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന്, ഔട്ട്സൈഡ് സോഴ്സിൽ നിന്നും ഇന്റേണൽ സോഴ്സിൽ നിന്നൊക്കെ ഫണ്ട് കണ്ടെത്തി അത് എഫക്റ്റീവായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ ഇറക്കിയിട്ട് അതിൽ നിന്ന് എന്ത് കണ്ടെത്തും, മാക്സിമം ഏർണിങ്സ് കണ്ടെത്തും. അതിന് നമ്മൾ എന്താ പറയാ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നാണ് പറയാ. എന്ത് പറഞ്ഞാൽ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊജക്ടുകളിൽ ഈ കണ്ടെത്തിയ പണങ്ങൾ എങ്ങനെ പ്രിഫറൻസ് ക്യാപിറ്റലായിട്ടും ഇക്വിറ്റി ക്യാപിറ്റലായിട്ടും ഡിബഞ്ചർ ആയിട്ടും റിട്ടേൺ ഏർണിങ്സ് ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടെത്തുന്ന പണം ബിസിനസ്സിലെ ഡിഫറെന്റ് പ്രൊജക്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇറക്കുന്നു. അങ്ങനെ ഇറക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടണം, ഓണേഴ്സിന് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം, ഇവര് എക്സ്പെക്ട് ചെയ്യുന്ന അഥവാ ഈ ക്യാപിറ്റലൊക്കെ പ്രൊവൈഡ് ചെയ്ത ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ നമ്മൾ ഡിബഞ്ചർ ആയിട്ട് നമ്മളിവിടെ കളക്ട് ചെയ്തു. 1 ലക്ഷം രൂപ നമ്മൾ ഡിബഞ്ചർ എന്ന സോഴ്സ് ഓഫ് ഫണ്ടിൽ നിന്ന് നമ്മൾ ഫിനാൻസ് ചെയ്തു. അങ്ങനെ ഫിനാൻസ് ചെയ്ത ആ 1 ലക്ഷം രൂപ നമ്മൾ ഒരു കൺസേൺഡ് പ്രൊജക്റ്റിൽ ബിസിനസ്സിൽ ഇറക്കി. അങ്ങനെ ഇറക്കിയിട്ട് നമ്മൾ ഈ 1 ലാക്ക് ഡിബഞ്ചറിന് സപ്പോസ് ഒരു 8% എന്ത് ചെയ്യണം, നമ്മൾ ഇൻട്രസ്റ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. എന്ന് പറഞ്ഞാൽ 8% ആണ് ഇൻട്രസ്റ്റിന്റെ പെർസെന്റേജ് എങ്കിൽ ആ 8% എന്ന് പറഞ്ഞാൽ ഏറ്റവും ഷോർട്ടായിട്ട് നമ്മൾ ആ ഡിബഞ്ചറിന് നമ്മൾ ബിയർ ചെയ്യുന്ന കോസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ബിസിനസ് എഫക്റ്റീവ് ആണെങ്കിൽ ഈ 1 ലാക്കിൽ നിന്ന് നമുക്ക് 8%നേക്കാൾ കൂടുതൽ എന്ത് കിട്ടണം, റിട്ടേൺ കിട്ടണം ബിസിനസ്സിൽ നിന്ന്. ബിസിനസ്സിൽ ഇറക്കി ഈ 1 ലാക്കിൽ നിന്ന്
നമുക്ക് 8% അതിൽ താഴെ മാത്രമേ ആ 1 lakh കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ നമ്മുടെ ബിസിനസ് ഫെയിൽ ആവും. ഇക്വിറ്റി ഹോൾഡേഴ്സ് എന്ത് ചെയ്യേണ്ടി വരും? ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വരും. കാരണം നമ്മൾ ഏൺ ചെയ്താലും ഇല്ലെങ്കിലും നിർബന്ധമായിട്ടും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അവർക്ക് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് എന്തായാലും കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഇവര് ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഇവരിൽ നിന്ന് കണ്ടെത്തിയ ആ പണം, ആ 1 lakh ആണെങ്കിൽ 1 lakh കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത്, അതിനാണ് നമ്മൾ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞത്. കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് അവർക്ക് നമ്മൾ ഓഫർ ചെയ്ത 8%-നേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞാൽ 1 lakh ഉണ്ടെങ്കിൽ അവർക്ക് 8,000 കൊടുക്കണം. 8,000 അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ 1 lakh കൊണ്ട് 10,000-ഓ 15,000-ഓ 20,000-ഓ എത്രയാണോ ഉണ്ടാക്കാൻ പറ്റുക അത്ര ഉണ്ടാക്കിയിട്ട് ഇവർക്ക് 8% കൊടുത്ത് ബാക്കിയുള്ളതൊക്കെ ആർക്കാണ് കിട്ടുക? ഇക്വിറ്റി ഹോൾഡേഴ്സിനാണ് കിട്ടുക. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതാണ് ശരിക്കും ബിസിനസ് എന്ന് പറഞ്ഞാൽ. ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് പണം കണ്ടെത്തി ആ പണം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അഥവാ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊജക്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് റിട്ടേൺ കണ്ടെത്തി ആ റിട്ടേണിൽ നിന്ന് അതാത് സോഴ്സുകളിലേക്ക് നമ്മൾ കൊടുക്കേണ്ട റിട്ടേൺ, ഈ നമ്മുടെ ബിസിനസിന്റെ റിട്ടേൺ, ബിസിനസിന്റെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ആ റിട്ടേണിൽ നിന്ന് അതാത് സോഴ്സ് ഓഫ് ഫണ്ടിന്റെ കോസ്റ്റ് കഴിഞ്ഞ് ബാക്കിയുള്ള പ്രോഫിറ്റ് ഉണ്ടാവണം. അപ്പോഴാണ് ബിസിനസിന് എക്കണോമിക് പ്രോഫിറ്റ് ഉണ്ട് എന്ന് പറയുള്ളൂ. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിങ് പ്രോഫിറ്റ്, എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിരുന്നു. എന്താണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തുന്ന പ്രോഫിറ്റ് ആണ്. ഈ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നമ്മുടെ ബിസിനസ് എഫക്റ്റീവായിട്ട് റൺ ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മുഖേന ഉണ്ടാക്കിയതാണ്. എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യമാണ്. നമ്മൾ എത്രയാണോ ഏത് സോഴ്സിൽ നിന്നാണോ ഫണ്ട് കണ്ടെത്തിയത് ആ ഫണ്ടിന് നമ്മൾ ബിയർ ചെയ്യുന്ന കോസ്റ്റ് കഴിച്ച് കിട്ടുന്ന ലാഭം, അതിനാണ് നമ്മൾ എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് നമ്മൾ 1 lakh ഡിബഞ്ചർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ 8% നമ്മൾ എന്ത് ചെയ്യണം? അഥവാ 8,000 8% എന്ന് പറഞ്ഞാൽ 1 lakhന്റെ 8,000 ആണ്. 8,000 നമ്മൾ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പൊ ഈ 1 lakh ഉപയോഗിച്ച് ഈ 1 lakh ആണ് നമ്മൾ ബിസിനസ്സിൽ ഇറക്കിയിട്ടുള്ളത്. ആ 1 lakhൽ നിന്ന് നമുക്ക് ആക്ച്വൽ ആയിട്ട് കിട്ടിയിരിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 10,000 ആണെങ്കിൽ നമുക്ക് എന്തുണ്ട്? 2,000 rupees അവിടെ എക്സ്ട്രാ ആണ്. ആ എക്സ്ട്രാ പ്രോഫിറ്റിനെ നമ്മൾ എന്ത് പറയാ? എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയാം. നിങ്ങൾക്ക് ഏറെക്കുറെ ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയുന്നതിന് മുന്നേ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള കോസ്റ്റുകൾ അഥവാ ഇക്വിറ്റി ക്യാപിറ്റലിനും കോസ്റ്റ് ഉണ്ട്. ഇക്വിറ്റി ക്യാപിറ്റലിന് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് പറയേണ്ടതുണ്ട്. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചാൽ അതിന്റെ ഡെഫിനിഷൻ മിനിമം അതിന്റെ ഒരു മീനിങ് എന്താന്ന് ചോദിച്ചാൽ the rate of return that is expected by the investors എന്നാണ് പറയുക. അഥവാ ഒന്നുകൂടി ക്ലിയർ കട്ടായിട്ട് സോളമൻ ഇസ്ര എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റിന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ the minimum required rate of earnings, the minimum required rate of earnings or the cut off rate of capital expenditure. ഇങ്ങനെ ഒരു ഡെഫിനിഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് സോളമൻ ഇസ്ര എന്ന് പറയുന്ന ആളുടെ ഡെഫിനിഷൻ. എന്ന് പറഞ്ഞാൽ മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസിന്റെ ഓണേഴ്സ് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതും അതേ ഇൻവെസ്റ്റേഴ്സ് നമുക്ക് ബിസിനസ്സിന് പണം തന്ന ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നതുമായിട്ടുള്ള റിട്ടേൺ, ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കാമെന്ന് ഓഫർ ചെയ്യുന്നതും അവർ എക്സ്പെക്ട് ചെയ്യുന്നതുമായിട്ടുള്ള റിട്ടേൺ, ആ റിട്ടേണിനെയാണ് നമ്മൾ എന്ത് പറയാ? ഏറ്റവും മിനിമം ലെവലില് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. നോർമലി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതിന്റെ കാൽക്കുലേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഡിബഞ്ചർ ആണെങ്കിൽ ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് ഏറ്റവും മിനിമം. നമ്മൾ പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഞാൻ നേരത്തെ പറഞ്ഞു, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്നാണ് അതിനെ പറയാ. ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. അതേപോലെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇതേപോലെ ഇക്വിറ്റി ഹോൾഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ഉണ്ട്, അതിനെ നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്നാണ് പറയാം. അതേപോലെ
പ്രിഫറൻസ് ഹോൾഡേഴ്സിന് ഡിവിഡന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞു. ആ ഡിവിഡന്റിനെ അല്ലെങ്കിൽ മിനിമം ആ ഡിവിഡന്റിനെ നമ്മൾ എന്താണ് പറയാ, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ എന്നാണ് പറയാ. റിട്ടേൺ ഏർണിംഗ്സിന് നമ്മൾ കൊടുക്കുന്ന മീൻസ് അതിന് നമ്മൾ കണക്കാക്കുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ നമ്മൾ കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിംഗ്സ് എന്നാണ് പറയുക. ഇതിനൊക്കെ ചുരുക്കിയിട്ട് ഓരോ എന്താ പറയാ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളുകൾ കൊണ്ട് ഉപയോഗിക്കും. ഇക്വിറ്റിയെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, പ്രിഫറൻസിനെ കോസ്റ്റ് ഓഫ് പിന്നെന്താ പറയാ പ്രിഫറൻസ്, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന സിമ്പിൾ ഓരോ പിന്നെന്താ പറയാ ഒരു സിമ്പിളുകളുണ്ട്. KE കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, KP കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ, KD കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, KR കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിംഗ്സ്. ഇങ്ങനെ നമ്മൾ ഓരോ സിമ്പിളുകളായിട്ടും നമ്മൾ ഇതിനെ ഉപയോഗിക്കും. ഈ 4 തരത്തിലുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുകളും ചേർന്നിട്ട് അതിന്റെ ഒരു ആവറേജിനെ നമ്മൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നും കൂടി പറയാറുണ്ട്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അഥവാ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ KO എന്ന സിമ്പിൾ കൊണ്ടാണ് ഉപയോഗിക്കുക. ഇതൊക്കെ കാണാൻ നമുക്ക് എന്തുണ്ട്, ഫോർമുലകളുണ്ട്. ഈ ഫോർമുലകൾ ഇതിന്റെ കാൽക്കുലേഷനുമാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന്റെ ഒരു ആകെത്തുകയായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാം. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അഥവാ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ WACC എന്നാണ് പറയാ. അത് നമ്മൾ കാണുന്നതിന്റെ ഒരു മിനിമം പിക്ചർ നമ്മുടെ മനസ്സിൽ ഇപ്പൊ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻ ഒക്കെ വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേഷൻ നടത്താൻ പറ്റും. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് KE, KD, KP, KR ഈ പറയുന്ന സിമ്പിളുകൾ 4 കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുകൾ, ഇതിന്റെ ഒരു ആവറേജ് ആണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെയ്റ്റഡ് എന്നുള്ള വാക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഒരു വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ഓരോ കോസ്റ്റിനെയും. വെയിറ്റ് എന്താണ് വെയിറ്റ് എന്ന് ചോദിച്ചാൽ ടോട്ടൽ ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഓരോ ക്യാപിറ്റലും എത്രയാണ് അതിന്റെ പ്രൊപ്പോർഷൻ എന്നുള്ളതാണ് വെയിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. സപ്പോസ് നമ്മുടെ മൊത്തം ക്യാപിറ്റല് 10 lakh ആണെന്ന് വിചാരിക്കുക. മൊത്തം ക്യാപിറ്റൽ 10 lakh ആണെന്ന് വെച്ചാല് ആ 10 lakhൽ എത്രയാണ് പിന്നെ ഇക്വിറ്റി ക്യാപിറ്റൽ, എത്രയാണ് പ്രിഫറൻസ് ക്യാപിറ്റൽ, എത്രയാണ് ഡെപ്റ്റ് ക്യാപിറ്റൽ, എത്രയാണ് റിട്ടേൺ ഏർണിംഗ്സ്, ഇങ്ങനെ ഇത് 4 അതിന്റെ ഒരു പ്രൊപ്പോർഷൻ ഉണ്ടാവും. ആ പ്രൊപ്പോർഷൻ തന്നെ അതൊരു പെർസെന്റേജ് ആയിരിക്കും. എന്ന് പറഞ്ഞാല് 20% എന്താണ് ഇക്വിറ്റി ക്യാപിറ്റലാണ്, 30% പ്രിഫറൻസ് ക്യാപിറ്റലാണ്, പിന്നെ വേറെ 30% ഡെപ്റ്റ് ക്യാപിറ്റലാണ്, അടുത്തൊരു 20% റിട്ടേൺ ഏർണിംഗ്സ് ആണ്. അപ്പൊ ടോട്ടൽ എന്തായി 100% ആയി. ഈ 100% എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ ആണ്. അപ്പൊ ടോട്ടൽ ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷൻ 20, 30, 30, 20 ഇങ്ങനെയാണെങ്കിൽ ഈ പ്രൊപ്പോർഷൻ ഓരോ പിന്നെന്താ പറയുക വെയിറ്റുകളായിട്ട് നമ്മൾ എടുക്കുന്നത് ഈ പ്രൊപ്പോർഷനുകളാണ്. ഈ വെയിറ്റുകളെ നമ്മൾ എന്ത് ചെയ്യും, അതാത് കോസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ട് അഥവാ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റലും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലും കോസ്റ്റ് ഓഫ് ഡിബഞ്ചറും ഓർ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിംഗ്സും ഒക്കെ കണ്ടുപിടിച്ചിട്ട്, അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കണ്ടുപിടിച്ചിട്ട് അതാത് കോസ്റ്റിനെ അതാത് പ്രൊപ്പോർഷൻ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയും എന്നിട്ട് എല്ലാ എന്താ പറയുക വെയിറ്റുകളും മൾട്ടിപ്ലൈ ചെയ്ത ആ ഫിഗറുകൾ തമ്മിൽ ആഡ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് WACC അഥവാ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. ഞാൻ ഒന്നുകൂടി പറഞ്ഞാല് നമുക്ക് KE കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, KD കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, KP കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ, KR നമ്മൾ പറഞ്ഞല്ലോ. ഇതിനെ ഓരോ കോസ്റ്റ് ഓഫ് കോസ്റ്റിനെയും അതാത് പ്രൊപ്പോർഷൻ കൊണ്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ വെച്ചിട്ടൊന്ന് പറയാം. 20% ഇക്വിറ്റി ആണെങ്കിൽ 20% ഇൻറ്റു KE, ഇക്വിറ്റിയുടെ പെർസെന്റേജ് ആണ് 20% പ്രൊപ്പോർഷൻ. അതും KEയുടെ ഫിഗർ എത്രയാണ് സാധിക്കുക ഇന്നൊരു പെർസെന്റേജ് ആ കിട്ടുക. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞ പെർസെന്റേജ് ആയിരിക്കും. അതേപോലെ 30% ആണ് KP, അപ്പോ 30% ഇൻറ്റു KP. 30% ആണ് ഡെപ്റ്റ് ക്യാപിറ്റൽ, അപ്പോ 30% ഇൻറ്റു KD. പിന്നെ 20% ആണ് റിട്ടേൺ ഏർണിംഗ്സ്, അപ്പോ 20 ഇൻറ്റു KR. ഇങ്ങനെ ഈ 4 ഉണ്ടെങ്കിൽ 4 കോസ്റ്റിനെയും അതാതിന്റെ പ്രൊപ്പോർഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാം കൂടി ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, പ്രൊപ്പോർഷൻ ഇൻറ്റു KE പ്ലസ് പ്രൊപ്പോർഷൻ ഇൻറ്റു KP പ്ലസ് പ്രൊപ്പോർഷൻ ഇൻറ്റു എന്താ പറയാ D പ്ലസ് പ്രൊപ്പോർഷൻ ഇൻറ്റു KR. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, KO അഥവാ WACC കിട്ടും. ഇതാണ് ഇതിന്റെ ഒരു മിനിമം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം, വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം.